ഇത് ശരിക്കും പറഞ്ഞാൽ ക്യാൻസർ ഉള്ളവർക്ക് എടുക്കാനുള്ള ഒരു നമുക്ക് ക്യാൻസർ ഉള്ള ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഇതൊരു സോൾ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലല്ല പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിക്കുലർ ഹൈഡ്രജനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പീക്ക് കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ ശരീരത്തിൽ ഇത് കംപ്ലീറ്റ്ലി നിറഞ്ഞൊരു പീക്ക് പ്ലാറ്റു ഫേസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പെനട്രേറ്റ് ഔട്ടാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ തന്നെ എന്താ പറയുക, പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ ഒരു എലമെൻറ്റും ഏറ്റവും ചെറിയ ആറ്റോമിക് മാസുള്ളൊരു ഇത് എലമെൻ്റ് ആയതുകൊണ്ട് ഇത് ഈസി ആയിട്ട് ബയോ മെംബ്രെയിൻസിൽ കൂടെ പെനട്രേറ്റ് ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനൊരു പ്ലാറ്റു ഫേസിൽ നിലനിർത്താൻ പറ്റില്ല. പിന്നെ ഹ്യൂമൻ ബോഡിയുടെ സിലിണ്ടർ എന്നോണം നമുക്ക് ഈ ഗ്യാസിനെ നമുക്ക് നിലനിർത്താൻ പറ്റാത്തതുകൊണ്ട് നമുക്കിത് കോൺസിക്യൂട്ടീവായിട്ട് എക്സ്പോസ് ചെയ്യേണ്ടി വരും. അപ്പോൾ കോൺസിക്യൂട്ടീവായിട്ട് നമ്മൾ എക്സ്പോസ് ചെയ്യുമ്പോൾ അത് ദിനം പ്രതി നമ്മൾ ഇത്ര മണിക്കൂർ ഇത്ര മില്ലിലിറ്റർ പെർ മിനിറ്റ് എന്നുള്ളതിൽ നമ്മുടെ ശരീരത്തിൻ്റെ ബോഡി സർഫസ് ഏരിയയ്ക്ക് അനുപാതികരണമായ ഡോസ് പ്രഖ്യാപിച്ച് നൽകി അത് നമ്മൾ എടുക്കുന്ന സമയത്ത് ക്യാൻസർ വരാനുള്ള സാധ്യത ഇത് തടുക്കുന്നു. അതുമാത്രമല്ല ക്യാൻസർ രോഗമുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നോട്ടുള്ള പരിണിതമായുള്ള പോക്ക് അതിനെ സ്ലോ ഡൗൺ ചെയ്യുന്നു. പ്രോഗ്രഷന് ഒരു പരിധി വരെ സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന ക്യാൻസർ ട്രീറ്റ്മെന്റിനോടൊപ്പം തന്നെ തീർച്ചയായിട്ടും അവിടെയാണ് മോളിക്കുലർ ഹൈഡ്രജൻ ഒരു സൂപ്പർ സ്റ്റാറായി മാറുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ക്യാൻസറിന് എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ സർജറി ആവാം, ചില സമയങ്ങളിൽ ചില കീമോതെറാപ്പി ആവാം, റേഡിയോ തെറാപ്പി ആവാം, ബ്രാക്കി തെറാപ്പി ആവാം, അതുപോലെ തന്നെ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ആവാം. ഈ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് കൂടെ മോളിക്കുലർ ഹൈഡ്രജൻ എടുക്കുമ്പോൾ ആ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ എൻഹാൻസ്മെൻറ്റും അതുപോലെ ക്യാൻസറിൻ്റെ സൈഡ് എഫക്ട്സ്, ഈ എടുക്കുന്ന കീമോതെറാപ്പി റേഡിയോ തെറാപ്പിക്കൊക്കെ പാർശ്വഫലങ്ങളുണ്ടല്ലോ, ആ സൈഡ് എഫക്ട്സിനെ കുറയ്ക്കുകയും അതുപോലെ തന്നെ ക്യാൻസർ ഫർദർ ഗ്രോത്തിലും അകത്ത്, അതായത് ഈ ക്യാൻസർ സെൽസിൻ്റെ ന്യൂക്ലിയസിൻ്റെ അകത്ത് കയറി അവിടെ എന്താണോ കേടുപാടുകൾ പറ്റിയിരിക്കുന്നത് അത് ശരിയാക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനൊരു പ്ലിയോട്രോപ്പിക് സിനർജിസ്റ്റിക് എഫക്റ്റ് നമുക്ക് കൈവരിക്കാൻ സാധിക്കും.